എല്ലാവരും സദസ്സിലിരിക്കണം. എല്ലാവരും നിൽക്കുന്ന ആളുകൾ മുഴുവനും സദസ്സിലിരിക്കാം. ബഹുമാന്യായ പ്രൊഫസർ മുഹമ്മദ് അസ്ലം അഹ്സനി നേതൃത്വം കൊടുക്കുകയാണ്. ദുആക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. اللهم تقبل منا ما فرضناه من القرآن العظيم وأوصي ثواب ذلك إلى حضرة نبينا وحبيبنا المصطفى محمد إلى حضرة سائر الأنبياء والأولياء كلهم أجمعين إلى حضرات أمواتنا كلهم أجمعين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين ولا قل منها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ചരിത്രപരമായി വളരെ പ്രാധാന്യവും പാരമ്പര്യമായി തുടർന്നു പോരുന്ന ഒരു ചടങ്ങും മതപരമായി നടത്തപ്പെടേണ്ട ഒരു ധന്യമായ ചടങ്ങിൽ പങ്കുചേരാൻ സാക്ഷികളാവാനുമാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. കുറ്റിച്ചിറ ജമാഅത്ത് പള്ളി 1000 വർഷത്തെ പഴക്കം കൊണ്ടും കാലങ്ങളായി കഴിഞ്ഞുപോയ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ആലുവ സുന്നത്തുൽ ജമാഅത്തിന്റെ മതസംഘടനയായ സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ പിറവിയും രൂപീകരണവും ഈ മഹത്തായ പള്ളിയിൽ വെച്ചായിരുന്നു എന്നതും അത് ഇന്നും നേതൃത്വവും മതപരമായും വിദ്യാഭ്യാസപരമായും കാര്യങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നു എന്നതും ചാരിതാർത്ഥ്യജനകമാണ്. കൂടാതെ 900 വർഷത്തിലധികമായി തുടർന്നു വരുന്ന ആദ്യ പരമ്പരയും ആദ്യകാല കോഴിക്കോടിന്റെ മത സാമൂഹിക കാര്യങ്ങൾ നിയന്ത്രിച്ചു വരുന്നതും മുസ്ലിങ്ങൾക്കിടയിലെ തർക്കങ്ങളും മറ്റും മതവിധിയുടെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിച്ചിരുന്നതുമായ ശരീരത്ത് കോളേജ് കൂടിയായിരുന്നു എന്നതും ഈ പള്ളിയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. എൻ്റെ പിതാവ് മഹമ്മദ് ബാവത്തിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ പിതാവ് മഹമ്മദ് കെ കുഞ്ഞുമുഖമായിരിക്കും. ഇന്ന് എനിക്കും ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായിരിക്കുവാൻ സാധിച്ചത് സൗഭാഗ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ തന്നെ മതപരമായ നേതൃത്വം മുസ്ലിങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരുന്നതാണ്.
ആദ്യകാലം മുതൽക്ക് നീതിയും ന്യായവും മതപരവും സാമൂഹികവുമായ രാഷ്ട്രീയ നേതൃത്വം ഖലീഫമാർ അധിഷ്ഠിതമായിരുന്നു. കാലക്രമേണ മത നേതാവായി കാസിമാരെ പരിഗണിക്കുകയും ശരീരത്ത് നീതിന്യായങ്ങളും നിർവഹിക്കുന്നതിനും നടപ്പിലാക്കാനും ഉത്തരവുകൾ ഐക്യം കാത്തുസൂക്ഷിക്കുന്നതിനും സുഹൃത്ത് ബന്ധങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക, ചടങ്ങ് പ്രകാരം അനന്തരവാദത്തിനും സ്വത്ത് തർക്കങ്ങൾക്കും മറ്റ് പരിഹാരം നിർദ്ദേശിക്കുക, മാസച്ചടങ്ങുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി നോമ്പ്, പെരുന്നാൾ ആഘോഷ ദിനങ്ങൾ പ്രഖ്യാപിക്കുക, പ്രദേശത്തിൻ്റെയും നാട്ടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി തൻ്റെ പദവി ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവയിൽ കാസിമാർ മാതൃകാപരവും മതവിധിക്ക് അനുസൃതമായും ആയ നേതൃത്വം നൽകി വരേണ്ടവരാണ്. അവർ കക്ഷി രാഷ്ട്രീയത്തിനും വിഭാഗീയ ചിന്താഗതികൾക്കും അതീതമായി പ്രവർത്തിക്കേണ്ടതുമാകുന്നു. മാലിക് ദിനാറിന്റെ നേതൃത്വത്തിൽ ഇസ്ലാം കേരളത്തിൽ വെച്ച് ചാലിയത്ത് സ്ഥാപിച്ച ചാരിയം പള്ളിയായതോടുകൂടി മുസ്ലിങ്ങളുടെ ആസ്ഥാനം കോഴിക്കോട്ടേക്കും ആയി മാറി. തുടർന്ന് നൂറ്റാണ്ട് മതസൗഹാർദ്ദവും ഐക്യവും സ്നേഹവും സമാധാനവും നിലനിർത്തുന്നതിൽ കോഴിക്കോട് സാക്ഷിമാർ നിർണായകമായ പങ്ക് വഹിച്ചു വരുന്നതിന് ചരിത്രം സാക്ഷിയാണ്. പ്രാദേശികവാദവും ഭിന്ന അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിലും കോഴിക്കോട് വലിയ കാസിയെ മറ്റ് രാഷ്ട്രീയ ഭേദമില്ലാതെ കേരളത്തിലുടനീളം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. കാസിക്ക് പ്രത്യേക പദവി നൽകി വന്നിരുന്നു. കാസിയുടെ സ്ഥാനാന്തര ചടങ്ങുകളിൽ സാമൂഹിക രാജാക്കന്മാരും പങ്കെടുത്തിരുന്നു. ഈ കാസിനെ ജമാഅത്ത് പള്ളി ട്രസ്റ്റിയും കമ്മിറ്റിയിലും അർപ്പിതമായ അതിപ്രശസ്തമായ ഈ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവിനെ മുൻനിർത്തി ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി കാര്യക്ഷമതയും സൂക്ഷ്മതയും പാലിച്ചിട്ടുണ്ട്. ഖസറുദ്ദീൻ ഉസ്മാനിയുടെ ആരംഭം കുറിച്ച പരമ്പരയുടെ 28ാമത്തെ വലിയ കാസിയായി പാണക്കാട് സെയ്ദ് നാസർ അബ്ദുൽ ഹൈ യാബുദ്ദീൻ തങ്ങൾ അവരുടെ കോഴിക്കോട് വലിയ കാസിയായി പ്രഖ്യാപിച്ചതായി അറിയിക്കുന്നു. لا إله إلا الله والله أكبر الله أكبر ولله الحمد. കോഴിക്കോട് മഹലിന്റെ കമാൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരുടെയും الله أكبر الله أكبر ولله الحمد. ഈ മഹനീയവും അനുഗ്രഹീതവുമായ സദസ്സിൽ വെച്ച് അദ്ദേഹം സമുദായത്തിൽ എല്ലാ ഭിന്നതകളും മറന്ന് ഐക്യവും സ്നേഹവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ഈ സദസ്സിൽ എല്ലാ മഹാനിവാസികളെയും സ്വാഗതം ചെയ്യുന്നതോടുകൂടി ആരോഗ്യം ഈ കാവിയുടെ സ്ഥാനചിഹ്നമായ തലപ്പാവ അഭിവന്ദനായ കോഴിക്കോട്ടെ വലിയ കാവിക്ക് അണിയിക്കുകയാണ്. ബഹുമാന്യായ തങ്ങളെയും കാവിയെയും എല്ലാവരും സദസ്സിൽ ഇരുന്നാൽ മതി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ